സർക്കാരിൻ്റെ ഉദ്യമം അത് നീതിയുക്തമാണെങ്കിൽ അല്ലെങ്കിൽ നിഷ്പക്ഷമാണെങ്കിൽ സർക്കാർ കോടതി വിധി നടപ്പാക്കണമെന്നുള്ള ഒരു ആഹ്വാനമെങ്കിലും കൊടുക്കട്ടെ. അതുപോലെ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ സമവായത്തിൽ കൂടെ കണ്ടെത്തും. ഈ സമവായം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് 2 മന്ത്രിസഭാ ഉപസമിതികൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ഉണ്ടായിട്ടില്ല സമവായം. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി പറയുകയുണ്ടായി, ഞങ്ങൾ സഹകരിച്ചില്ല. 1995 വിധി നടപ്പാക്കാനായിട്ട് ഒരു ഒബ്സർവറെ വെച്ച് ഒരു മധ്യസ്ഥനെ കോടതി തന്നെ വിധിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നടപ്പാക്കാൻ നോക്കിയപ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഞങ്ങളല്ല, പാത്രിയർക്കീസ് വിഭാഗമാണ്. അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, മണിമട്ടിന്റെ അല്ലെങ്കിൽ 2002 സമാധാന ശ്രമങ്ങൾക്ക് ഞങ്ങൾ സഹകരിക്കാതെ ഇറങ്ങിപ്പോന്നു. എന്താ സംഭവിച്ചതെന്നുള്ള പൊതുസമൂഹം ഇപ്പോൾ അത് വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്ന അതിന് കാരണം എന്താണെന്ന് അറിയാമോ? മണിമട്ടിന്റെ അധ്യക്ഷതയിൽ, ജസ്റ്റിസ് മണിമട്ടിന്റെ അധ്യക്ഷതയിൽ അസോസിയേഷൻ കൂടാൻ തീരുമാനിച്ചു. ഞങ്ങളും അതിൻ്റെ പൈസ കെട്ടി. എല്ലാ ഇടവകകളിൽ നിന്നും പ്രതിനിധികളെ അയക്കാൻ പറഞ്ഞ്, ലിസ്റ്റ് അയക്കാൻ പറഞ്ഞ് അതിൻ്റെ ഇതുമുണ്ടായി. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നതായ പള്ളികളിൽ നിന്നുള്ളതായ ലിസ്റ്റുകൾ, യാക്കോബായ സഭയുടെ പൂർണ്ണമായ അവർ മാത്രമുള്ള പള്ളികളുടെ ലിസ്റ്റുകൾ ഞങ്ങൾ അയച്ചു. പക്ഷെ ഓർത്തഡോക്സ് വിഭാഗം ചെയ്തത് അവരുടെ കൈകളിലിരിക്കുന്ന പള്ളികളിൽ നിന്നും ഞങ്ങളുടെ കൈകളിലിരിക്കുന്ന പള്ളികളിൽ നിന്ന് ഫ്രോഡ് ലിസ്റ്റ്, ഉദാഹരണമായിട്ട് എൻ്റെ ഇടവകപ്പള്ളിയിൽ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ലാത്ത വൈദികൻ്റെയും കുറേ പേരുടെ പേര് വെച്ചാണ് ലിസ്റ്റ് അയച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ആ അസോസിയേഷനിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. കാരണം ഞങ്ങൾ പൂർണ്ണമായിട്ട് വഞ്ചിക്കപ്പെട്ടു.